ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ തിരുമേനി അമ്പലത്തിലേക്ക് പോകും മുമ്പ് രാധികയെ തിരക്കുന്നുണ്ട്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് അവൾ കരഞ്ഞുകൊണ്ട് അവിടെ കിടക്കുകയായിരിക്കും, എന്തായാലും നീ പോകാൻ നോക്കാനെന്നൊക്കെ പറയുന്നു. തിരുമേനി അവളെ വിഷമിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. തിരുമേനി പോയതിനു ശേഷം യശോദ സങ്കടപ്പെടുകയാണ്, എന്റെ മോളെന്ന് പറഞ്ഞിട്ട്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് അവിടെ ഒരു ബാഗ് ഇരിപ്പുണ്ടല്ലോ, അതെന്താണെന്ന് നോക്കാനെന്ന് പറയുന്നു. യശോദ അത് തുറന്നു നോക്കുമ്പോൾ രാധികയുടെ ഡ്രസ്സൊക്കെയാണ്. രാധിക ഡ്രസ്സ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് അവൾ ഉറപ്പായിട്ടും ഇറങ്ങിപ്പോയതായിരിക്കും, എവിടെയെങ്കിലും പോകട്ടെ എന്നൊക്കെ പറയുന്നു. യശോദ അവിടെയെല്ലാം രാധികയെ വിളിച്ചു നോക്കുന്നുണ്ട്, എന്നിട്ടും കാണുന്നില്ല. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് അവളെ ആട്ടി പുറത്താക്കിയതൊന്നുമല്ലല്ലോ, സ്വന്തം ഇഷ്ടത്തിന് പോയതല്ലേ, പോകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അകത്തേക്ക് പോകുന്നു. ശേഷം കാണിക്കുന്നത് അമ്പലത്തിനുള്ളിൽ രാധിക മയങ്ങി കിടക്കുകയാണ്. രാധികയുടെ തൊട്ടടുത്തായിട്ട് ഒരു സർപ്പവും വന്ന് നിൽക്കുന്നുണ്ട്. അതേസമയം ദേവനാരായണൻ തിരുമേനി അമ്പലത്തിലേക്ക് വരികയാണ്. അവിടെ കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ട് പത്മനാഭൻ തിരുമേനി വന്നിട്ടുണ്ടെന്ന്. ദേവനാരായണൻ തിരുമേനി പത്മനാഭൻ തിരുമേനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പത്മനാഭൻ തിരുമേനിയോട് ചോദിക്കുന്നുണ്ട് നാളെയല്ലേ ദേവപ്രശ്നം വെക്കുന്നതെന്നൊക്കെ. പത്മനാഭൻ തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ നേരത്തെ വരാൻ ഒരു കാരണമുണ്ടെന്ന്, എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് നേരത്തെ വന്നതെന്നൊക്കെ പറയാണ്. തിരുമേനിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എന്തായാലും അകത്തു പോയി ദൈവത്തെ തൊഴുത്തിട്ടൊക്കെ ആട്ടെന്നൊക്കെ പറയുന്നു. തിരുമേനി എല്ലാവരും അമ്പലത്തിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ രാധിക അവിടെ കിടക്കുന്നത് കാണുന്നുണ്ട്. രാധികയുടെ തൊട്ടടുത്തായിട്ട് സർപ്പവും കാണുന്നുണ്ട്. ദേവനാരായണൻ തിരുമേനി എന്റെ മോളെന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലാൻ പോകുന്നുണ്ട്. അപ്പോൾ പത്മനാഭൻ തിരുമേനി തടയുകയാണ്. അടുത്തേക്ക് ചെന്നിട്ട് ബഹളം ഉണ്ടാക്കരുത്, അപകടമാകുമെന്നൊക്കെ പറയുന്നു. ദേവനാരായണൻ തിരുമേനി അവിടെ കുത്തിയിരുന്ന് കൃഷ്ണനെ പ്രാർത്ഥിക്കുകയാണ്, എന്റെ മോളെ രക്ഷിക്കെന്നൊക്കെ പറഞ്ഞിട്ട്. അതേ സമയത്ത് ശ്യാമ സ്റ്റുഡിയോയിൽ പാട്ട് പാടുകയായിരുന്നു. ശ്യാമ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്യാമയ്ക്ക് പാട്ട് പാടാൻ പറ്റുന്നില്ല. ശ്യാമയോട് എല്ലാവരും എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് തൊണ്ടയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു. ശ്യാമ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. ശ്യാമ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് എന്റെ മോൾക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്, എന്റെ മോൾക്ക് എന്തോ ജീവൻ ആപത്തുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വയ്യാതാകുന്നത്, അവളെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. രാധികയുടെ അടുത്തേക്ക് പെട്ടെന്ന് ഒരു പരുന്ത് പറന്നു വരുന്നുണ്ട്. ആ പരുന്ത് വന്നിട്ട് പാമ്പിനെ പൊക്കിക്കൊണ്ടു പോകുന്നു. ദേവനാരായണൻ തിരുമേനി മോളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. മോൾക്ക് എന്താണ് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു. രാധിക അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഞാൻ രാത്രിയിൽ പ്രാർത്ഥിക്കാൻ കയറി വന്നതാണ്, പെട്ടെന്ന് ബോധം കിട്ടി വീണു പോയെന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് അവിടേക്ക് രാധികയെ അന്വേഷിച്ചു വന്ന യശോദയും അവിടേക്ക് വരുന്നുണ്ട്. പത്മനാഭൻ തിരുമേനി അപ്പോൾ പറയാണ് ഈ കാണുന്നതൊന്നും ശരിയായ കാര്യമല്ലെന്നൊക്കെ. അമ്പലം നട അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിലെ ദേവകൾക്കുള്ള വിഹാര സമയമാണുള്ളത്, ആ സമയത്ത് രാധിക ഇവിടെ വന്ന് കയറാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. ഒരു രാത്രി ഫുള്ള് ഈ കുട്ടി ഇവിടെ കിടക്കുകയാണ് ചെയ്തത്, അതൊരിക്കലും ശരിയല്ലെന്നൊക്കെ പറയുന്നു. അതുമാത്രമല്ല ഈ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞ ദിവസം നടക്കാൻ നേരത്ത് അവൾ താലി വലിച്ചെറിയുകയും അവൾ സ്വയം കൃഷ്ണനെ വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് താലി കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു കാര്യവും കേട്ട് കേൾവിയില്ലാത്ത കാര്യമാണ്, ദൈവത്തിന്റെ പേരിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിനെന്താണ് ഒരു പരിഹാരമെന്നൊക്കെ. പത്മനാഭൻ തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് നാളെ ദേവപ്രശ്നം വെക്കാൻ പോവുകയാണ്, അതിനു മുമ്പ് തിരുമേനി മകളെയും കൂട്ടി ഇവിടേക്ക് വരണം, അതിനുള്ള പരിഹാരം എന്താണെന്ന് ഞാൻ പറയാമെന്നൊക്കെ പറയുന്നു. ശേഷം എല്ലാവരും അവിടെ നിന്നും പിരിഞ്ഞു പോവുകയാണ്. തിരുമേനിയുടെ ആൾക്കാരൊക്കെ അങ്ങയുടെ കുടുംബത്തിൽ നിന്നും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എല്ലാരും പോയതിനു ശേഷം തിരുമേനി രാധികയോട് ചോദിക്കുന്നുണ്ട് മോൾ എന്താണെങ്കിലും കാര്യം എന്നോട് പറ, ഇന്നലെ മുതൽ നീ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്നു. യശോദ അപ്പോൾ പറയുന്നുണ്ട് അവളെ വിഷമിപ്പിക്കേണ്ട, ഞാൻ ഇവളെ കൂട്ടിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് രാധികയും കൂട്ടിയിട്ട് യശോദ പോകുന്നുണ്ട്. അതേ സമയത്ത് അമ്പലത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ജീവയുടെ കൂട്ടുകാരൻ വിളിച്ചു പറയുന്നുണ്ട്. ജീവയ്ക്കെല്ലാം കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട്. ജീവ പറയുന്നുണ്ട് അവളും അവളുടെ അച്ഛനും ഉറപ്പായിട്ടും അപമാനിക്കപ്പെടണം, ഞാൻ എത്രമാത്രം അപമാനിക്കപ്പെട്ടു എന്നുള്ളതിന്റെ വേദന അവരും മനസ്സിലാക്കണമെന്നൊക്കെ പറയാണ്. യശോദ രാധികയും കൂട്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. മുത്തശ്ശിക്കൊപ്പോൾ രാധികയെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്.
യശോദ രാധികയെ വീടിന്റെ മുന്നിൽ നിർത്തിയിട്ടാണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നു. മുത്തശ്ശി പറയുന്നുണ്ട് അവൾ അകത്തേക്ക് പോയിരിക്കുന്നത് നിനക്ക് എന്തോ ശിക്ഷ തരാനാണെന്ന്. പെട്ടെന്ന് യശോദ ചായയുമായിട്ട് വരുന്നുണ്ട്. മോൾക്ക് നേരെ നീട്ടിയിട്ട് ഇത് കുടിക്കാനെന്ന് പറയുന്നു. യശോദ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, നിന്നെ ഞാനൊന്ന് അടിച്ചെന്ന് കരുതി നീ വീട് വിട്ടു പോവുകയാണോ വേണ്ടത്? നിന്നെ ഒന്ന് അടിക്കാനോ ശാസിക്കാനോ പോലും അവകാശം എനിക്കില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ യശോദ പറയുന്നു. ആ സമയത്ത് മുത്തശ്ശി യശോദയെ വഴക്ക് പറയുകയാണ്, വീണ്ടും കൊഞ്ചിക്കെന്നൊക്കെ പറഞ്ഞിട്ട്. യശോദ അപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഈ കാര്യത്തിൽ അമ്മ ഇടപെടണ്ടെന്നൊക്കെ. രാധിക അപ്പോൾ യശോദയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സങ്കടത്തോടെ പറയുന്നുണ്ട്, അമ്മയെ വിട്ടിട്ട് പോകണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ലെന്നൊക്കെ. യശോദ അപ്പോൾ മോളോട് പറയുന്നുണ്ട്, നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്ത് ശിക്ഷ വേണമെങ്കിലും വിധിച്ചോട്ടെ, പക്ഷെ ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയുന്നു. യശോദ പറയുന്നതൊക്കെ കേട്ടിട്ട് മുത്തശ്ശി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ശേഷം കാണിക്കുന്നത് കണിമംഗലത്ത് വരൻ ഇതുവരെയും വരാത്തതിനെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വരൻ പെട്ടെന്ന് കാറിൽ വരുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്